തോൽവി അറിയാതെയാണ് യോഗ്യതാ റൗണ്ടിൽ അവരുടെ മുന്നേറ്റം. ബർമുഡയ്ക്കെതിരെ 7-0 വമ്പൻ ജയം നേടിയ ക്യുറസാവോ 10 മത്സരങ്ങളിൽ 7 ജയിച്ചാണ് ഒന്നാമതെത്തിയത്. 78-കാരനായ ഡിക് അഡ്വക്കേറ്റ്സ് ആണ് ക്യുറസാവോയുടെ പരിശീലകൻ. ഇതോടെ ലോകകപ്പിൽ ക്യുറസാവോ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഏറ്റവും പ്രായമേറിയ പരിശീലകൻ എന്ന ഖ്യാതിയും ഡിക് അഡ്വക്കേറ്റിന് ലഭിക്കും. നേരത്തെ ഓട്ടോ റഹാഗലിന്റെ പേരിലുണ്ടായിരുന്ന റെക്കോർഡാണ് ഡിക് സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത്. 2010 ലോകകപ്പിൽ ഗ്രീസിന്റെ പരിശീലകനായപ്പോൾ റഹാഗലിന്റെ പ്രായം 71 വയസ്സായിരുന്നു. നെതർലൻഡ്സുകാരനായ ഡിക് അഡ്വക്കേറ്റിന് പരിശീലകൻ എന്ന നിലയിൽ 4 പതിറ്റാണ്ടിലേറെ അനുഭവ സമ്പത്തുണ്ട്. നെതർലൻഡ്സ്, റഷ്യ, UAE, ദക്ഷിണ കൊറിയ, ബെൽജിയം, സെർബിയ, ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങളെയും PSV, റേഞ്ചേഴ്സ്, സണ്ടർലാൻഡ് അടക്കം 20-ലേറെ ടീമുകളെയും പരിശീലിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. ക്യുറസാവോ ടീമിലെ മിക്ക താരങ്ങളും നെതർലൻഡ്സിൽ ജനിച്ചവരാണ്. വാൻഡേക്കും, ഫ്രിങ്പോങ്ങും, ഗാക്പോയും, ഡിജോങ്ങും അടക്കമുള്ള പുലികൾ വാഴുന്ന ഓറഞ്ച് കുപ്പായത്തിൽ ഇടം ലഭിക്കില്ലെന്ന വസ്തുത ഉള്ളതുകൊണ്ട് തന്നെ ക്യുറസാവോയുടെ നീല കുപ്പായം അണിഞ്ഞവർ. ഡിഫൻഡർ ജോഷുവ ബ്രെനറ്റ്, മിഡ്ഫീൽഡർ അർജുനി മാർത്ത, മുന്നേറ്റ നിരതാരം സോൻഡെ ഹാൻസർ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വരെ കളിച്ചിട്ടുള്ള തഹിത് ചോങ് അടക്കമുള്ളവർ ക്യുറസാവോയുടെ സ്വന്തം താരങ്ങളാണ്. ക്യാപ്റ്റൻ ബക്കുന നെതർലൻഡ്സ് അണ്ടർ-20 ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ബക്കുനയ്ക്കൊപ്പം സഹോദരനും ടീമിലുണ്ട്. ബക്കുനയും ലിയാൻഡ്രോയും ഒരുമിച്ച് ലോകകപ്പിൽ കളത്തിലിറങ്ങുമ്പോൾ മറ്റൊരു അപൂർവതയും പിറക്കും. ഇനി ലോകകപ്പിൽ ക്യുറസാവോയും നെതർലൻഡ്സും ഒരു ഗ്രൂപ്പിൽ തന്നെ വന്നാലോ മറ്റൊരു കൗതുകവും ഉണ്ടാകും. ഡച്ചിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി കേവലം 15 വർഷം തികയും മുമ്പ് അതേ രാജ്യത്തിനെതിരെ ലോകകപ്പ് പോലൊരു മഹത്തായ വേദിയിൽ ഏറ്റുമുട്ടാം. ഇനി ആദ്യം പറഞ്ഞ നമ്മുടെ വാർത്തയിലേക്ക്. ഇന്ത്യ ഇന്നലെ ബംഗ്ലാദേശിനോടും തോറ്റു. 146,86,75,319 നമ്മുടെ ജനസംഖ്യ. ക്യുറസാവോയുടേത് ഒന്നുകൂടി ആവർത്തിക്കുന്നു, 1,55,826. ഇന്ത്യയിലെ ചെറിയ സംസ്ഥാനങ്ങളിലൊന്നായ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ കോർപ്പറേഷനായ കണ്ണൂരിലുണ്ട് ക്യുറസാവോയേക്കാൾ അധികം ജനങ്ങൾ. എണ്ണത്തിലല്ല കാര്യമെന്നറിയാം. എന്നാലും നമ്മുടെ ഫുട്ബോൾ ഫെഡറേഷന് ഇപ്പോഴും ഒരു ഭരണഘടനയില്ല. ഗോളടിക്കാൻ ആളില്ലാതെ 40 തികഞ്ഞ സുനിൽ ഛേത്രിയെ നമ്മൾ തിരിച്ചു വിളിച്ചു. അപ്പോഴും പുതിയ ഛേത്രിയെയും പുതിയ ബൂട്ടിയെയും പുതിയ വിജയനെയും നമ്മൾ ഗ്രാസ് റൂട്ട് നൽകി കൊണ്ടുവരുന്നില്ല. അല്ല, കൊണ്ടുവന്നാൽ തന്നെ നമ്മളെവിടെ കളിപ്പിക്കാനാ? നമ്മുടെ 1-ാം ഡിവിഷൻ ഫുട്ബോൾ ലീഗായ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇപ്പോഴും നടക്കുമോ എന്ന് പോലും ഉറപ്പില്ലല്ലോ. അപ്പോൾ ശരി, എന്തെങ്കിലും യോഗ്യത കിട്ടുമെന്ന് ആശിച്ചുകൊണ്ട് നിർത്താം.